ഒരു മുസ്ലിം ചെറുക്കനായിട്ട് പ്രേമം ഉണ്ടാക്കാനല്ല അവിടെ എത്ര നാളും പഠിപ്പിച്ചാൽ വിട്ടത്. ഇത് നീ അതിന് കൂട്ടിയിരിക്കണല്ലേ? നിങ്ങളൊന്ന് പതിയെ പറ. അവള് കേൾക്കാൻ വേണ്ടി തന്നെ പറഞ്ഞേ. അല്ല ഇവിടെ നിന്ന് തൊള്ളോറത്തില്ല, നേരിട്ട് തന്നെ പറയാം. നിക്ക് പോവല്ലേ. തന്തയും തല ഒരു വശത്തിലേക്ക് പോയതിനു ശേഷം നിന്നെ വളർത്താനും പഠിപ്പിക്കാൻ ഞാൻ പെട്ട പാടെ എനിക്കറിയാവും. എന്നും പറഞ്ഞ് എനിക്ക് എന്റേതായ ഇഷ്ടങ്ങളില്ല ചേട്ടാ. അവള് നാക്കെടുത്ത് തുടങ്ങി. നീ എന്ത് വേണേലും വായിക്കോ, പക്ഷേ ആ മുസ്ലിം ചെറുക്കനായിട്ടുള്ള കല്യാണം നടക്കുമെന്ന് എന്താ കഴുത്തറ്റാലും നീ വിചാരിക്കണ്ട. ചേട്ടാ മതവും കൊലമൊന്നും നോക്കിയിട്ടല്ല ഞാൻ ഒരാളെ സ്നേഹിച്ചേ. നീ ഒരു കൊലവും നോക്കണ്ട. ചേട്ടാ ഞങ്ങളുടെ ഇഷ്ടം മാത്രമേ ഉള്ളൂ. എന്റെ ചേട്ടന്റെ ദുഷ്ട ചിന്തയെ കൊണ്ടൊന്നും വരില്ലേ. എടി കല്യാണം കഴിഞ്ഞൊരു കൊച്ചാവുമ്പോഴേ ആ കൊച്ചിന് ഏത് മതമായിട്ട് ബന്ധമുള്ള പേരിടണം എന്നൊരു ഒറ്റ ചോദ്യത്തിൽ മതി നിങ്ങൾ തമ്മിലുള്ള സ്നേഹം ഇല്ലാതാവാൻ. അന്ന് നീ അറിയും സ്നേഹിക്കുമ്പോൾ കാണുന്ന ലോകമല്ല പ്രാക്ടിക്കൽ ആയിട്ടുള്ള ലോകമെന്ന്. ഇതേ ഞാൻ കുറെ കണ്ടതാ. അതിന് ചേട്ടന്റെ കാലഘട്ടത്തിലുള്ളവരുടെ മൈൻഡ് സെറ്റ് ഒന്നും അല്ല ഇപ്പൊ. നിന്റെ എന്റെ തന്തയും തള്ളേ ഒന്നാ. നമുക്ക് എന്തിരിക്കുന്ന ബേസിക്സ് വന്നാ. എത്രയൊക്കെ പുരോഗമനം ചരിച്ചാലുവേ സ്വന്തം കുടുംബത്തിൽ വന്ന എല്ലാവന്മാരും പ്ലേറ്റ് തിരിക്കും. അതിന് ചേട്ടനെ പോലെ പ്ലേറ്റ് തിരിക്കുന്ന സ്വഭാവം ഒന്നുമല്ല എനിക്ക് മാത്രമല്ല അവന്. എത്ര വർഷമായിട്ട് തുടങ്ങിയിട്ട്? 2 വർഷം. ഓ അപ്പൊ ലൈബ്രറി എക്സ്ട്രാ ക്ലാസ് എന്നൊക്കെ പറഞ്ഞ് ഇവിടെ നടക്കുന്ന അവന്റെ അടുത്തേക്കായിരിക്കും അല്ലേ? അങ്ങനെ കള്ളം പറഞ്ഞിറങ്ങേണ്ട ആവശ്യമൊന്നും എനിക്കില്ല. എടി സത്യം പറയാതിരിക്കുന്നതിനും കള്ളം പറയുന്നതിന് തുല്യ. തിരക്കിട്ടാണ് ചവിട്ട് തരേണ്ടത്. നീ അല്ലെങ്കിൽ കാര്യം പറഞ്ഞ് മനസ്സിലാക്കാനുള്ളത് നീയും കൂടെ കൂട്ട്. എല്ലാ കുടുംബത്തിലും കാണുമ്പോൾ നാത്തൂനെ അടിച്ച് പിരിഞ്ഞാൽ മതിയായിരുന്നു. എങ്ങനെയാ ഇവിടെ ചക്കര അടയല്ലേ? എന്റെ അച്ഛൻ ഉണ്ടായിരുന്നെങ്കിൽ എന്റെ കൂടെ നിന്നേനെ. മോളെ ഈ ഇമോഷണലി തളർത്തുന്നതൊക്കെ നിന്റെ മറ്റവനോട് കാണിച്ചാൽ മതി. അവൻ പറഞ്ഞ് പഠിപ്പിച്ചതായിരിക്കും. എന്തോടെ അവന്റെ പേര്? ഹമീസ്. ആ ചെറുപ്പനെ ഞാനൊന്ന് കാണട്ടെ. അവൻ വലിയ കാമുകം കളിക്കാൻ വന്നാ അവരെ കാല് വെട്ടി ഞാൻ അവിടെ ഇടും. ചേട്ടാ ഹമീസേ കേറുന്നില്ലേ? ഭക്ഷണങ്ങളെല്ലാം വിളിച്ച് പറഞ്ഞു. ഓ അപ്പൊ അവളെല്ലാം വിളിച്ച് ചോർത്തി തന്നല്ലേ? അങ്ങനെ മോശമായിട്ടൊന്നും പറഞ്ഞിട്ടില്ല. താൻ അവിടെ സംസാരിച്ച കാര്യം പറഞ്ഞിട്ടുള്ളൂ. എന്ത് സംസാരിച്ച് എനിക്കൊരു തേങ്ങയില്ല. ഞാൻ ഒരു കാര്യം പറയാം. എനിക്ക് ഈ ബന്ധത്തിന് തീരെ താല്പര്യമില്ല. കാരണം എന്താന്നൊക്കെ അവൾ ഇന്നലെ വിളിച്ചപ്പോൾ തന്നെ പറഞ്ഞു തന്നിട്ടുണ്ടായിരിക്കുമല്ലോ. താങ്കളുടെ പേടിയും കൺസേണൊക്കെ ഞങ്ങൾക്ക് മനസ്സിലാക്കണം. എനിക്ക് പേടിയുണ്ട്. മാനമര്യാദയ്ക്ക് കല്യാണം കഴിച്ച് വിട്ടാൽ തന്നെ മിക്ക വീട്ടിലും പ്രശ്നമാണ്. അപ്പോഴാണ് പ്രശ്നത്തിന് ആണിക്കല്ലേ നിൽക്കുന്നിടത്ത് ഞാൻ എന്ത് വിശ്വസിച്ച് അവളെ ആയിരിക്കും? നിങ്ങൾ കാണുന്ന ന്യൂസുകളിൽ പ്രശ്നം ഉണ്ടാക്കുന്ന ആൾക്കാർ മാത്രമല്ല ഇവിടെ ഉള്ളത്. അത്യാവശ്യം വിവരത്തോടെ പെരുമാറുന്ന ആളുകൾ ഇവിടെ ഉണ്ട്. ചേട്ടാ ഞങ്ങളുടെ ബാപ്പ ഒരു ക്രിസ്ത്യാനി, ഉമ്മ ഒരു മുസ്ലിമായിരുന്നു. രണ്ടുപേരും ഒരുമിച്ചെടുത്ത തീരുമാനമാണ് ഞങ്ങൾ രണ്ടുപേരും മുസ്ലിമായിട്ട് വളരണം. ബാപ്പ അത് എതിർക്കാനും പോയില്ല. ഇപ്പം താൻ പേടിക്കുന്ന പോലെ എന്തെങ്കിലും ആയിരുന്നെങ്കിൽ ഞങ്ങളുടെ ഫാമിലി അന്നേ അടിച്ചു പിരിയാനുള്ളതായിരുന്നു. അതുകൊണ്ട് താൻ പേടിക്കുന്ന പോലെ ഒന്നും നടക്കാൻ പോകുന്നില്ല. ഇനി വേറെ എന്തെങ്കിലും വിരോധം കൊണ്ടാണെങ്കിൽ താങ്കൾക്ക് തീരുമാനിക്കാം. എനിക്കൊരു വിരോധമില്ല. ഞാൻ ആരുടെ ഇഷ്ടം എതിർക്കുന്ന ഒരാളുമല്ല. എന്ത് കാരണം കൊണ്ടായാലും അവളുടെ കണ്ണീര് വിടാൻ പാടില്ല. എനിക്ക് അത്രേ ഉള്ളൂ. എനിക്കൊന്ന് ആലോചിക്കണം. കഴിഞ്ഞ നിങ്ങളെപ്പോലൊരു കുരുട്ടുബുദ്ധി പിടിച്ച സാധനം. അതെ എനിക്കൊരു കാര്യം പറയാനുണ്ട്. വർഷയ്ക്കൊരു മുസ്ലിം ചെറുക്കനായിട്ട് ഇഷ്ടം. വെരി നൈസ്. നിങ്ങൾക്കപ്പോ കുഴപ്പമൊന്നുമില്ലേ? എനിക്കെന്ത് കുഴപ്പം? അവള് പ്രേമിക്കാതിരുന്നാലാ എനിക്ക് കുഴപ്പം. മനസ്സിലായില്ല. എടേ ഇന്നത്തെ കാലത്ത് ഒരു കല്യാണം നടത്താനുള്ള ചെലവ് നിനക്കറിയോ? അറേഞ്ച് മാരേജിനേക്കാളും ലവ് മാരേജിന് കുറച്ച് പോസിബിലിറ്റീസ് കൂടുതലുണ്ട്. എടീ ലവ് മാരേജ് ആണെങ്കിൽ എക്സ്പെഷ്യലി പെണ്ണ് വീട്ടുകാർക്ക് ചെലവ് പറയും. സ്ത്രീധനമൊന്നും ഒരു കുഴപ്പമില്ല. കാരണം അവർക്ക് സ്ത്രീ തന്നെയാണല്ലോ ധനം. പിന്നെ ആഡിറ്റോറിയം, തുണി, ഫുഡ് ഇതിനൊന്നേ വലിയ സജഷനും വരില്ല. പിന്നെ ഇതിനകത്ത് വേറൊരു കുരുട്ടുബുദ്ധിയുണ്ട്. ഈ ലവ് മാരേജിന് പെണ്ണ് വീട്ടുകാരോ ചെറുക്കൻ വീട്ടുകാരോ വളരെ കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി മനസ്സോടെയാണ് ഈ കല്യാണം സമ്മതിക്കുന്നതെങ്കിൽ പിന്നെ രജിസ്റ്റർ ഓഫീസിൽ വെച്ച് ഈ കല്യാണം നടത്തിയാലും ഒരു കുഴപ്പമില്ല. കല്യാണം നടന്നല്ലോ എന്ന ആശ്വാസം മാത്രമായിരിക്കും. എപ്പടി? അപ്പൊ നിങ്ങളുടെ ആളുടെ കല്യാണാർത്ഥമൊന്നും ഇല്ലേ? എന്റെ കിണ്ടി തന്നെ ഇരിക്കുന്നു.
ഇതൊന്നും എന്നോട് പറഞ്ഞിട്ടില്ലല്ലോ. എന്നിട്ട് വേണം നിനക്ക് അവളെടുത്ത് കൊണ്ടുപോയി എല്ലാം ചെലുത്തി കൊടുക്കാൻ അല്ലേ? ഇപ്പൊ നിങ്ങൾ എന്തോ ചെയ്യാൻ പോകുന്നത്? അവക്ക് ആരോടാ പ്രേമം? മുസ്ലിം ചെറുക്കനായിട്ട്. എടി എനിക്ക് ഉടക്ക ഇതിന് നല്ലൊരു കാരണം വേണോ? ഞാനിപ്പം മനസ്സോടെ സമ്മതിക്കുന്നത് നിനക്ക് കാണാം. ഞാനേ ടോക്സിക് ആയിക്കോട്ടെ കൂടെ നിന്നോണേ. ഒരു മുസ്ലിം ചെറുക്കനായിട്ട് പ്രേമം ഉണ്ടാക്കാനല്ല അവിടെ എത്ര നാൾ പഠിപ്പിച്ചാ വിട്ടത്. അതെ, നല്ല രീതിക്ക് വഴക്കായിട്ടുണ്ട്. ചേട്ടനത് സമ്മതിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ആലോചിച്ചിട്ട് ഒരു എത്തും പിടിയും കിട്ടുന്നില്ല. നീ ടെൻഷൻ അടിക്കാതെ, ചേട്ടൻ വിളിച്ചിരുന്നു, നാളെ കണ്ട് സംസാരിക്കാന്ന് പറഞ്ഞു. ബാക്കി ഞങ്ങൾ നോക്കിക്കോളാം. നോക്കിയും കണ്ടുമൊക്കെ സംസാരിക്കണേ. എനിക്ക് ആകെ കൂടെ പേടിയാവുന്നുണ്ട്. അവളെവിടെ? കൊച്ചിന്റെ അടുത്തുണ്ട്. അതെ, ദൈവത്തെ ഓർത്ത് കല്യാണം കഴിയുന്നതുവരെ ഈ കാര്യം ഒന്നും അവളുടെ അടുത്ത് പറഞ്ഞേക്കല്ലേ. നിങ്ങളുടെ പ്ലാനിങ് ഒക്കെ ഓക്കെ. ആ ചെറുക്കനെ പറ്റി വല്ല അന്വേഷിച്ചോ? അതും അന്വേഷിക്കാതിരിക്കുമോ? നല്ല ഒത്ത പുളിങ്ങമ്പല മോള് പിടിച്ചേക്കുന്നേ. ചെറുക്കൻ്റെ നാട്ടിലും വീട്ടിലൊക്കെ നല്ല സ്വഭാവമാണ്, വേറെ കുഴപ്പമൊന്നുമില്ല, ദുശീലങ്ങളൊന്നുമില്ല, എല്ലാവർക്കും നല്ല അഭിപ്രായമാണ്. നമ്മുടെ ജിത്തുവില്ലേ, അവൻ്റെ ഏതോ ഒരു കമ്പനി, ഇവരുടെ കുറേ കമ്പനി ഉണ്ട്, അതിൻ്റെ ഏതോ കമ്പനിയിലാണ് വർക്ക് ചെയ്യുന്നത്. അങ്ങനെ അന്വേഷിച്ചറിഞ്ഞതാ. നല്ല ഫാമിലി, വെൽ സെറ്റിൽ. അതൊക്കെ ഓരോന്ന് അന്വേഷിക്കണം, എനിക്ക് സംസാരിക്കണം, ആലോചിക്കണം. അത് എടുപടി എന്നൊക്കെ തീരുമാനിക്കാൻ പറ്റുമോ? എനിക്കൊന്ന് ആലോചിച്ച് നോക്കണം.